You've been talking about patience, hoping for everlasting. You're known for talking crazy. I know it's in ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു NKL NKLന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു അടിപൊളിയായിട്ടുള്ള ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ ലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ 3 ഇമേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ 3 ഇമേജ് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കാണ് നമ്മൾ ആ ഒരു ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഒരു ട്രാൻസിഷൻ്റെ ബേസ് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. അതിൽ നിങ്ങൾക്ക് ഒരു വേവ് എഫക്റ്റൊക്കെ കൂടുതൽ ആഡ് ചെയ്താൽ ആ ഒരു ട്രാൻസിഷൻ കുറച്ചും കൂടി അടിപൊളിയായി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ചാനലിൽ തന്നെ ഓൾറെഡി ഒരു വേവ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനൊക്കെ സ്യൂട്ട് ആവുന്ന ഒരു വേവ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ട്രാൻസിഷനിൽ ആ ഒരു വേവ് ഉൾപ്പെടുത്താത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് ഈ സ്കെയിൽ ടൂൾ പോവുക. സ്കെയിൽ ടൂൾ പോയിട്ട് നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. ഇവിടെ എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ കുറച്ചൊന്ന് സൂം ഔട്ട് ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു റേഷ്യോയിൽ നിങ്ങൾ സൂം ഔട്ട് ആക്കി കൊടുക്കുക. ഞാൻ ഈ ഒരു റേഷ്യോ ഈ ഒരു റേഷ്യോയിൽ ഞാനിവിടെ സൂം ഔട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ശേഷം നമ്മൾ ഈ ഒരു കീ ഫ്രെയിം എൻഡിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം ബാക്ക് വരാം. ശേഷം ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മൾ 3Dയിൽ പോയിട്ട് ഫ്ലിപ്പ് ലെയർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ആംഗിളിൽ വന്നിട്ട് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത പോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. 2 കീ ഫ്രെയിം ആഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് -90 ആക്കി കൊടുക്കാം. ഓക്കെ, ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് അതേ കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതേ കർവ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ 2 ഇമേജ് നമ്മളിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇമേജിൽ മുകളിലത്തെ ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ താഴേന്ന് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ശേഷം ഈ ഒരു കർവ് വന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഈ ഒരു കർവ് വന്ന് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ അടിയത്തെ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം എൻഡിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം കീ ഫ്രെയിം ഫസ്റ്റിലേക്കും എൻഡിലേക്കൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച് കർവ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ കർവ് പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പത്തെ ആ ഒരു മൂവ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കറക്റ്റ് മുകളിലേക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിലല്ല, ഈ ഒരു ഇമേജിൽ ഞാൻ മൂവ് ചെയ്തത് ഏറ്റവും മുകളിലേക്ക് എത്തിയിട്ടില്ല. അതും ഏറ്റവും മുകളിലേക്ക് തന്നെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് ഈ ഒരു കർവ് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ മറ്റേലും ഈയിലും ആ ഒരു കർവ് തന്നെ അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യണം. ഈ ഒരു ഭാഗത്തായിട്ടൊന്നൊരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം എൻഡ് വരെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. ശേഷം ഫിൽ സ്ക്രീൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു 3 ലെയർ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യാം. ഓക്കെ, ശേഷം ആ ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്ത ലെയർ സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. 3Dയിൽ പോയിട്ട് ഫ്ലിപ്പ് ലെയർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ 3 കീ ഫ്രെയിം ആഡ് ചെയ്യണം. 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 90ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം കീ ഫ്രെയിം ഫസ്റ്റിലേക്കും എൻഡിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം ബാക്ക് വരാം.
ശേഷം നമ്മൾ സൂമിൽ പോവാം, അതായത് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ സ്കെയിൽ പോയിട്ട് നമ്മൾ ഈ ഒരു വാല്യൂ നിങ്ങൾക്ക് എത്രയാണ് ആ ഒരു സൂം വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വാല്യൂ ആദ്യം സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഞാൻ ഈയിൽ ഉപയോഗിച്ച് അതേ വാല്യൂ തന്നെ സെറ്റ് ചെയ്യാൻ നോക്കുന്നു. 629. ഓക്കെ, അതേ വാല്യൂ തന്നെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അത്ര ചെറുതാക്കുന്നില്ല, എന്നാലും ഞാനൊരു ഓക്കെ ഈ ഒരു റേഞ്ചിൽ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം ഞാൻ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻ്റെ ഒരു കീ ഫ്രെയിം. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ കുറച്ചും കൂടി ഒന്ന് സൂം ഔട്ട് ആക്കി കൊടുക്കുക. ഓക്കെ, കുറച്ചും കൂടി ഒന്ന് സൂം ഔട്ട് ആക്കി കൊടുത്തതിന് ശേഷം 2 കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് എൻഡിലേക്ക് സെറ്റ് ചെയ്തിട്ട് 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു കർവ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ എൻഡിലുള്ള ഇത് ഇത്ര പോരാ, കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് വീണ്ടും റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുന്നതിന് പോട്ടെ, ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ലെയർ അമർത്തി പിടിക്കുക, അതായത് ഈ ഒരു താഴിലുള്ള ഗ്രൂപ്പ് ആൻഡ് മാസ്കിൻ്റെ ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക. ശേഷം ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പ് ചെയ്യുക, ആ ഒരു ലെയർ ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം താഴേക്ക് സെറ്റ് ചെയ്യുക. ശേഷം നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം സൂം ചെയ്തിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ കളർ വന്ന് ബ്ലാക്ക് തന്നെ ആക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളർ. ഓക്കെ, ശേഷം ആ ഒരു ഗ്രൂപ്പിൻ്റെ കളറ് നിങ്ങൾക്ക് കുറച്ച് ഡാർക്കൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു ഷെയ്ഡും കൂടി വരുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിളും കൂടി ആഡ് ചെയ്യുക, എൻഡ് വരെ സെറ്റ് ചെയ്യുക. ഫസ്റ്റ് മുതലേ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക, ശേഷം എൻഡ് വരെ സെറ്റ് ചെയ്തതിന് ശേഷം റെക്റ്റാങ്കിൾ ഒന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ശേഷം എല്ലാ ലെയർ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മൾ ആ ഒരു ലെയർ വീണ്ടും സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക, സ്കെയിൽ ടൂൾ പോയിട്ട് നമ്മൾ ഇവിടെ 3 സ്ഥലത്തായിട്ട് കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ഈ സെൻറ്ററിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ഈ ഒരു സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ എൻഡിലുള്ള വാല്യൂ നമ്മൾ ഇതൊന്ന് സൂം ഔട്ട് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്മൂത്ത് കർവ് നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കർവ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കോപ്പിക്ക് പേസ്റ്റ്. അപ്പോൾ ഇപ്പം നമുക്ക് നോക്കിയാൽ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ആ ഒരു വേവ് എഫക്റ്റും കൂടി ആഡ് ചെയ്ത്, അതായത് നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ട് ആ ഒരു വേവ് എഫക്റ്റും കൂടി നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പം ഓൾറെഡി ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.